ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഊക്ക് ആൻഡ് ഉപദേശം. ഇവിടെ എന്തോ എടുക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ചെറിയ കഥയാണ്. ഈ എക്സാമ്പിളുമായിട്ട് ആർക്കെങ്കിലും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളിപ്പോൾ വിശന്നിരിക്കുകയാണ്, ഒരാഴ്ചയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരമൊന്നും കിട്ടിയില്ല, 2 നേരത്തെ ആഹാരം അല്ലെങ്കിൽ 1 നേരത്തെ ആഹാരം കഷ്ടിച്ച് കഴിച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരാളുടെ അടുത്ത് ഈ വിഷമം പറഞ്ഞു. അദ്ദേഹം നമ്മുടെ വിഷമം മനസ്സിലാക്കി നമുക്കൊരു ബിരിയാണി ഓഫർ ചെയ്തു. ചിക്കൻ ബിരിയാണി. നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് 2 മാസമായി വെച്ചു. ബിരിയാണി നമ്മുടെ ഒരു ഫേവറേറ്റ് ഫുഡ് കൊണ്ടാണെന്ന് വെച്ചു. നമ്മളിപ്പം മോനെ കൈ കഴുകിയിട്ട് വാ, ബിരിയാണി എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞു. നമ്മൾ കൈ കഴുകാൻ പോയി. കൈ കഴുകാനൊക്കെ പോയിട്ട് സന്തോഷത്തോടെ ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ച്, വിശ്വാസമില്ലാത്തവർ പ്രാർത്ഥിക്കേണ്ട കേട്ടോ, ഇനി ഏത്തിസ്റ്റുകളുണ്ടെങ്കിൽ വിട്ടേക്ക്. അപ്പം ഒരു നന്ദി പറഞ്ഞു, ആഹാരം കിട്ടുന്നതിന് ഒരു നന്ദി പ്രകടിപ്പിച്ച് നമ്മൾ കഴിക്കാൻ വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഒരു പട്ടി അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, പട്ടിയല്ലേ, വിശപ്പല്ലേ, കഴിച്ചോട്ടെ. ആ കഴിച്ച് കഴിഞ്ഞിട്ട് ആ മൈൻഡ് പോലെ അതിൽ മുള്ളി വെച്ചിട്ട് പോയതോ, അങ്ങനെയുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ടോ? ഉണ്ടായേക്കാം, ഉണ്ടായിട്ടില്ലായിരിക്കാം. ഇറ്റ്സ് ഓൾ അബൌട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കഴുകിയ കൈയില്ലേ, അതങ്ങ് തുടച്ചിട്ട് നൈസായിട്ട് അങ്ങ് പോക്കോളൂ. ബിരിയാണി ആ പട്ടിക്ക് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ വെച്ചോളുക. അതുപോലുള്ള അവസരങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായേക്കാം, ഉണ്ടായിട്ടില്ലായിരിക്കാം, ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടായാലും വലിയ സംഭവിക്കാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് മൂവ് ഓൺ. ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ എന്ന് പറയുന്നത് ബിരിയാണി പോലാണ്. ചിലപ്പോൾ കിട്ടും, നമ്മൾ ആറ്റുനൂറ്റ് കഴിക്കാൻ പോണ ബിരിയാണി നമ്മൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും മോശം ബിരിയാണി ആയിരിക്കും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് അടുത്ത ബിരിയാണി തേടി പോകൽ. സോ വിശപ്പുണ്ടെങ്കിൽ വിശപ്പിനുള്ള വഴി നമ്മൾ കണ്ടുപിടിക്കും. ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ എന്ന് പറയുന്നത് വരും, വരാതിരിക്കാം, വന്നത് പോയേക്കാം, വന്നത് മറ്റൊരാൾ തട്ടിയെടുത്തേക്കാം, തട്ടിയെടുക്കാതിരിച്ചേക്കാം. ഇതൊന്നും അല്ലാതെ ആൾക്കാരെ പറ്റിച്ചേക്കാം. ദിസ് ഇസ് ഓൾ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ഇറ്റ്. ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ഗോയിങ് ഫോർ യുവർ നെക്സ്റ്റ് ബിരിയാണി. അപ്പോൾ അത്രേ ഉള്ളൂ. വേറെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് ബിരിയാണിയാണ്, വിശപ്പുണ്ട്. ബിരിയാണിയല്ല, ചോറ് സാമ്പാറാണ് അടുത്ത ടോപ്പിക്ക്. അപ്പം വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.